എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ആ ലീഫ് ഷിനോബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ലീഫ് ഷിനോബി അവന്റെ മുൻപിലേക്ക് വരും. ബൊറൂട്ടോയുടെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ടെന്ന്. ബൊറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, സത്യം പറയും, നീയല്ലേ നമുക്കിടയിലെ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒറ്റുകാരൻ? നീ തന്നെയാണ് ആ പെയ്ഡ് ലേഡിയെയും അതുപോലെ തന്നെ ആ റിച്ച് മാനെ കൊന്ന് നിന്റെ രഹസ്യങ്ങളെല്ലാം തന്നെ ഹൈഡാക്കാൻ ശ്രമിച്ചത്. അതിനവൻ പറയും, അയ്യോ അല്ല അല്ല, നിന്നെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് വിശ്വസിക്കാതെ അവനോട് തീർത്തു പറയും, ഓൾറെഡി നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോൺ അത് ആ പെയ്ഡ് ഷിനോബി ലേഡി അവൾ കണ്ടെത്തി കഴിഞ്ഞു. ആ സമയം മുതലേ അവൾക്ക് നിന്നിൽ സംശയം ഉണ്ടായിരുന്നു. ആ വയസ്സനപ്പാപ്പനും നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്റെ കയ്യിലുള്ള കാർഡ് എന്ത് വില കൊടുത്ത് ഞാൻ നേടി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് പറയും. ബൊറൂട്ടോ അത് പറയേണ്ട താമസം അവനാണെങ്കിൽ ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ബൊറൂട്ടോ വിടാതെ അവന്റെ പിന്നാലെ ഓടുകയാണ്. കട്ട് ചെയ്ത സ്റ്റോൺ ഷിനോബിയും മുടിപ്പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് മൊട്ടയെ താങ്ങിയെടുത്ത് മുൻപോട്ടേക്ക് കൊണ്ടുവരും. സ്റ്റോൺ ഷിനോബി പറയും, സത്യത്തിൽ ബൊറൂട്ടോ അവൻ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജീവനോട് കൂടി ഇരിക്കുന്നത്. അവന്റെ മനസ്സ് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാനും ബൊറൂട്ടോയെ പോലെ മാറും. ഞാൻ എന്റെ റോൾ മോഡലായിട്ട് എടുക്കുമെന്ന് പറയും. അടുത്ത നിമിഷം മൊട്ടയാണെങ്കിൽ ഒരുപാട് വേദനയിൽ അങ്ങനെ നിലത്തിരിക്കുകയാണ്. സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ ആളെ ആശ്വസിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ റൂമിലേക്ക് പോയി എന്തെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുമോ ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് ഓടിയെത്തുകയാണ്. അവിടെ ആ പ്രിസണർ അവനങ്ങനെ ഹായി ആയിട്ട് കാലൊക്കെ നീട്ടി കിടക്കുന്നത് സ്റ്റോൺ ഷിനോബി കാണും. സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ അവനോട് സഹായം ചോദിക്കും. ബൊറൂട്ടോ അവൻ ആ ലീഫ് ഷിനോബിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവനെ തകർക്കാനായി പോയിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള മൊട്ടയ്ക്ക് സഹിക്കാനാവുന്നില്ല. നിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ആ മൊട്ടയെ റൂമിലേക്ക് കൊണ്ടുവരാമെന്ന് പറയും. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ആ മൊട്ട അവൻ ആ മുടിപ്പെണ്ണിനോട് പറയും, ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. എനിക്കതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. പീസ്ഫുൾ ആയിട്ടൊരു മരണം അത് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത നിമിഷം തന്നെ ആ സ്റ്റോൺ ഷിനോബിയും പ്രിസൺമാനും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. എത്രയും വേഗം നമുക്ക് ബൊറൂട്ടോയെ സേവ് ചെയ്യണം. മാത്രമല്ല ആ ലീഫ് ഷിനോബിയാണ് ഇതിനൊക്കെ കാരണമെങ്കിൽ അവനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി അത് കിട്ടാതിരിക്കില്ല എന്ന് പറയും. അത് പറയുന്ന അതേ സമയം തന്നെ ആ ഗേറ്റ് അങ്ങനെ പതിയെ ക്ലോസ് ആവുകയാണ്. മൊട്ടയാണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ എഴുന്നേറ്റ് വന്ന് ആ ഗേറ്റ് അങ്ങനെ തള്ളിപ്പിടിക്കും. ആ ഗ്യാപ്പിലൂടെ അവർ പുറത്തേക്ക് വരും. എന്നെ നോക്കേണ്ട ആവശ്യമില്ല, ഇതെന്റെ എൻഡാണെന്ന് പറഞ്ഞ് അവൻ ആ ഡോറിനിടയിൽപ്പെട്ട് മരിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ലീഫ് ഷിനോബി അവനാണെങ്കിൽ അവന്റെ ഹെഡ്ഫോൺ അത് വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ബൊറൂട്ടോ അവന്റെ മുൻപിലേക്ക് എത്തും. അവനാണെങ്കിൽ അവന്റെ 7-ാം നമ്പർ കാർഡ് അത് പവന് നേരെ നീട്ടുകയാണ്. നിനക്ക് വേണ്ടത് എന്റെ ഈ കാർഡല്ലേ, എനിക്ക് ഈ കാർഡുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അടുത്ത നിമിഷം ബാക്കിയുള്ളവരെല്ലാം അവരെ റൗണ്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഈ കാർഡല്ല, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ആ എക്സിറ്റ് ആണ്. അത് മര്യാദയ്ക്ക് നീ പറഞ്ഞു തരണം. നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത നിമിഷം അവനാണെങ്കിൽ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവനെ വലിച്ച് എല്ലാവരും ആ പോർട്ടലിലേക്ക് എടുത്തു ചാടും. അവർ ആ പോർട്ടലിലേക്ക് ചാടേണ്ട താമസം ഒരുപാട് കല്ലും മണ്ണും ഒക്കെ അങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വീഴാനായിട്ട് തുടങ്ങും. ആ സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ ഒരു മഡ് വാൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മണ്ണും കല്ലും എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് പിടിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ പ്രിസൺ മാനും ലീഫ് ഷിനോബിയും അവർ രണ്ടുപേരും വമ്പൻ പവറൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ലീഫ് ഷിനോബി ആണെങ്കിൽ അവന്റെ കത്തി ഊരി ഇപ്പോ ആ ഒരു പ്രിസണറിനെ അറ്റാക്ക് ചെയ്യാണ്. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ലീഫ് ഷിനോബി അവൻ നമ്മളെ ചതിക്കുകയാണ്. ഓരോ ഭാഗത്തേക്ക് നമ്മളെ തനിയെ മാറ്റി എല്ലാവരെയും ഇല്ലാതാക്കാനാണ് അവന്റെ പ്ലാൻ എന്ന് പറയും. അതേസമയം ഇവിടെയാണെങ്കിൽ സാറയുടെയും മീറ്റ്സുകയും കൊവാക്കയും അവർ 3 പേരും ബൊറൂട്ടോയെ അന്വേഷിച്ച് ഓടുകയാണ്. അടുത്ത നിമിഷം അൻബു ബ്ലാക്ക് ഓപ്സിന്റെ മാസ്ക് ഒക്കെ വെച്ച് കുറച്ചു പേര് അവരെ റൗണ്ട് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ആ ഒരു ലീഫ് ഷിനോബി വില്ലൻ അവനാണെങ്കിൽ ആ സ്റ്റോൺ ഷിനോബിയുടെയും അതുപോലെ ആ മുടിപ്പെണ്ണിന്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അതിലവൻ ടെററായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം സ്റ്റോൺ ഷിനോബി അവനാണെങ്കിൽ ഒരു മഡ്വാൾ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ അവൻ ആ മഡ്വാളും തകർത്ത് അവർക്ക് നേരെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കും. അത് കണ്ട ബൊറൂട്ടോ ആണെങ്കിൽ ചാടി വന്ന് അവനെ കിക്ക് ചെയ്യും. ആ കിക്കില് കയ്യിലുണ്ടായിരുന്ന ഒരു സ്ക്രോള് അത് താഴേക്ക് വീഴും. ബൊറൂട്ടോയെ കാണേണ്ട താമസം അവൻ അവിടെ നിന്ന് 100-110 ഓടുകയാണ്. ഇവിടെയാണെങ്കിൽ സാറഡ ആ ഒരു അൻബു ബ്ലാക്ക് ഓപ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. സാറഡയ്ക്കാണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ആരും തന്നെ തിരികെ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവളുടെ പഞ്ചുകളെല്ലാം തന്നെ അവർ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഉടനെ സാറഡ അവരോട് ചോദിക്കും, പറയും നിങ്ങളൊക്കെ ആരാ? അതിനവർ പറയും, ഞങ്ങൾ ലീഫ് ഷിനോബികളാണ്.
അൻപു ബ്ലാക്ക് ഓപ്സിലെ മെമ്പേഴ്സാണ് ഞങ്ങളെല്ലാവരും. ഈ നേഷൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മിഷൻസും ഞങ്ങളാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അത് കേട്ട് സാറുടെയും മീറ്റ്സുകയും ഒക്കെയും അവർ 3 പേരും അങ്ങനെ ഷോക്കാവും. എന്തുകൊണ്ടാണ് ഇവര് ആരുടെ ടീമിനെ വളഞ്ഞിരിക്കുന്നതെന്ന് അവർക്കാണെങ്കിൽ അപ്പോഴും മനസ്സിലാവില്ല. മീറ്റ്സുകയാണെങ്കിൽ അവരോട് പറയും, കിസറു എന്ന് പേരുള്ള ഒരു ലീഫ് ഷിനോബി അവനെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അവൻ ഞങ്ങൾക്ക് എത്രയും വേഗം കണ്ടെത്തണം. അവര് പറയും ആ കിസറു അവൻ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു മെമ്പറാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഡബിൾ ഷോക്കാവും. അതേസമയം ഇവിടെ സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ ലീഫ് ഷിനോബി നിലത്തിട്ടിട്ട് പോയ ആ സ്ക്രോൾ എടുത്ത് വായിക്കും. അതിനകത്താണെങ്കിൽ ചില മിഷൻസിനെ കുറിച്ചൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെ അൻപു ബ്ലാക്ക് ഓപ്സ് പറയും, നിങ്ങൾ കരുതും പോലെ ആ ഷിനോബി അവൻ വില്ലനൊന്നും അല്ല. ആക്ച്വലി അവർക്കിടയിൽ മറ്റൊരു വില്ലനുണ്ട്. ആക്ച്വലി അവൻ ഞങ്ങളുടെ ഒരു സ്പൈ ആണ്. അവൻ ആ വില്ലന്മാരുടെ ഇടയിലേക്ക് പോയി അവരുടെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ചോർത്തി തരികയായിരുന്നു. ഇത്രയും ദിവസവും അവൻ ഞങ്ങളെ കണക്ട് ചെയ്തത് ഒരു ഡിവൈസിലൂടെയാണ്. ഇപ്പോൾ കുറച്ച് സമയങ്ങളായി ഞങ്ങളെ കൊണ്ട് ആ ഡിവൈസ് വഴി അവനെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയും. ആക്ച്വലി ഞങ്ങളുടെ മെയിൻ സ്പൈ ആണ് അവൻ. ഇവിടേക്ക് വരുന്ന ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നും അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇവിടെ ആ ലീഫ് ഷിനോബിയും അവർ രണ്ടുപേരും ഒരു തടാകത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സ്റ്റോൺ ഷിനോബിയും ഒടിപ്പെണ്ണും അവരാണെങ്കിൽ ആ സ്ക്രോൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയാണ്. ഉടനെ അവർക്ക് പിടികിട്ടും. അവർ കരുതും പോലെ അവനൊരു വില്ലനല്ല, ബ്ലാക്ക് ഓപ്സിൽപ്പെട്ട ഒരു സ്പൈ ആണ് അവൻ. സ്പൈ വർക്ക് ചെയ്യാനാണ് അവൻ ഈ വില്ലന്മാരുടെ കൂടെ കൂടിയതെന്ന്. ആ സ്റ്റോൺ ഷിനോബി ആണെങ്കിൽ ആ കാര്യം ബൊറൂട്ടോയെ അറിയിക്കാനായിട്ട് അവിടുന്ന് വരികയാണ്. അതേസമയം ബൊറൂട്ടോ ലീഫ് ഷിനോബിയോട് പറയും, നമ്മളുടെ ഇടയിലെ ആ ഒരു വില്ലൻ അത് നീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ലീഫ് ഷിനോബിയായ നീ വലിയൊരു ചതിയാണല്ലേ ഇവിടെ ചെയ്യണേ. അത് കേട്ട് അവനാണെങ്കിൽ അല്പസമയം ഒന്ന് ആലോചിക്കും. ഇതെന്റെ വെറും ഇല്യൂഷൻ മാത്രമാണ്, ഇവിടെയുള്ള ഒന്നിനെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് ബ്ലാക്ക് ഓപ്സിലുള്ളവർ ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു. ഇത് ഞാൻ ഗെഞ്ചിപ്സൂല് പെട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണെന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്ത മീറ്റ്സുകയാണെങ്കിൽ അൻപു ബ്ലാക്ക് ഓപ്സിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഫ്രണ്ട് അവനും ആ കാറ ടീമിൽ പെട്ടിരിക്കുകയാണ്. അവരെ കണ്ടെത്താനെങ്കിലും നിങ്ങൾ ഞങ്ങളെയും ഒപ്പം കൂട്ടണമെന്ന് പറയും. അതിനവരാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ആവുന്ന രീതിയിൽ ഇതൊരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് സഹകരിക്കാനായിട്ട് കഴിയില്ല. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ ഷിനോബി കിസറു അവൻ നല്ലൊരു മെഡിക്കൽ ഗെഞ്ചിപ്സ് യൂസ് ചെയ്യുന്ന ഷിനോബിയാണ്. പണത്തിന്റെ വക്കിൽ എത്തിയവരെ പോലും അവൻ ഈസി ആയിട്ട് തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇപ്പോ അവനൊരിക്കലും ആ ഡയമെൻഷനിലുള്ള ആരെയും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. എല്ലാവരും അവനെ ചീറ്റ് ചെയ്യുകയാണെന്ന് മാത്രമേ അവൻ കരുതൂ. അതിനാൽ തന്നെ അവരുടെ ഫ്രണ്ടിനെയും അവൻ തിരികെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് പേടി കൂടും. ഇവിടെ ലീഫ് ഷിനോബി കിസറു അവൻ പൊട്ടിച്ചിരിച്ച് ബൊറൂട്ടോട് പറയും, ഇവിടെ നടക്കുന്നതെല്ലാം ഇല്യൂഷനാണ്. ഇതൊന്നും ഞാൻ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഗെഞ്ചിപ്സൂൽ എന്നെ ലോക്ക് ചെയ്താലും അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഞാൻ പുറത്തു വരുന്നു പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതേസമയം ആ സ്റ്റോൺ ഷിനോബി ഈ കാര്യങ്ങളെല്ലാം ബൊറൂട്ടോയെ അറിയിക്കാനായിട്ട് ഉഷാറായിട്ട് ഓടി വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ റസൻഗൺ പവറും ആ ഷിനോബി ആണെങ്കിൽ ഫയർ സ്റ്റൈൽ പവറും എടുത്ത് രണ്ടുപേരും പരസ്പരം അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. കാഴ്ച കണ്ട് സ്റ്റോൺ ഷിനോബി അവനാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് അവരുടെ ഇടയിലേക്ക് ഓടി വരികയാണ്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ ആ ഫയർ പവർ അതവൻ്റെ ബോഡിയിൽ പെട്ട് അവനങ്ങനെ അടിച്ച് താഴെ വീഴും. ബൊറൂട്ടോ ആണെങ്കിൽ അവനെ താങ്ങിയെടുക്കും. അവനുടനെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രോള് അത് ബൊറൂട്ടോയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവനത് വായിച്ച് ആ ഷിനോബിയെ നോക്കി ഷോക്കാവുകയാണ്. അപ്പം നീ ശത്രുക്കളുടെ ടീമിലെ ഒരാളല്ലേ ചോദിക്കും. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ബൊറൂട്ടോയെ ആഞ്ഞു കുത്തും. ഇതൊരു ഗെഞ്ചിപ്സു ആണ്, ഇതിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു പറഞ്ഞ് ഒരു പ്രത്യേകതരം ജിപ്സു ഇപ്പോൾ അവൻ ബൊറൂട്ടോയ്ക്ക് നേരെ ഉപയോഗിക്കും. അടുത്ത നിമിഷം ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സെല്ലായിരിക്കും കാണുക. അത് ഓപ്പണായി ബൊറൂട്ടോ പുറത്തേക്ക് വരും. ആക്ച്വലി അവരെ എല്ലാവരെയും ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അവരുടെ ടീമിലുള്ളവർക്ക് ആർക്കും തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ആണെങ്കിൽ ചുറ്റും നോക്കും, അവനെപ്പോലെ തന്നെ ഒരുപാട് കണ്ടെയ്നേഴ്സിലായിട്ട് ഒരുപാട് പേരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കണ്ട് ബൊറൂട്ടോ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.